കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായ പ്രത്യാശയെക്കുറിച്ചും സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലോകം ക്രിസ്മസ് കൊണ്ടാടുന്നതായ ഈ വേളയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിക്ക് എത്രമാത്രം വലുതാണ് എന്ന് ചിന്തിക്കുവാൻ ഈ ദിവസം ഞാൻ ചിലവഴിക്കുവാൻ തക്കവണ്ണം നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിലുള്ളതായ സകല മനുഷ്യർക്കും സന്തോഷം പകരുന്നതായ ഒരു വസ്തുതയാണ്. ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൊണ്ടുവരുന്നു എന്നുള്ളതായ ദൂത് പ്രദാനം ചെയ്തതായ ഒരു വസ്തുതയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന് ജനിച്ചു, കർത്താവായ യേശു ക്രിസ്തു എവിടെ, വാസ്തവത്തിൽ ആ സ്പോട്ട് എവിടെയാണ് എന്നും നമുക്ക് അറിയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നുവെന്നും കർത്താവായ യേശു ക്രിസ്തു ജനിച്ചുവെന്നും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33.5 തിരുവയസ്സ് ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് ചരിത്രപരമായ സംഭവമാണ് എന്ന് ലോകം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം കൊണ്ടാടുന്നതായ ഈ സമയത്ത് നമുക്ക് സ്മരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായി ഈ ഭൂമിയിൽ ജനിക്കുവാൻ കാലേകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരം ദൈവം മനുഷ്യർക്ക് അരുളപ്പാടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ അരുളപ്പാടുകളിൻ പ്രകാരം കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുകയും പ്രവാചകന്മാർ മുൻ നിർണയിച്ചതായ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാവുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്നതായ ഒരു വാർത്തയാണ്. ഒരു മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി തന്നെ വളരെ സന്തോഷം പകരുന്നതായ ഒരു വാർത്തയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം യേശു ക്രിസ്തുവിൻ്റെ ഭൗമിക മാതാപിതാക്കളായ മേരിക്കും യോസെഫിനും മാത്രമല്ല, ലോകത്തിൽ മശിഹായെ കാത്തിരുന്നതായ സകല മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ, ദൈവത്തിൻ്റെ വചനം പഠിച്ചതായ എല്ലാ വ്യക്തികൾക്കും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമായി കാണുവാൻ തക്കവണ്ണം സംഗതി വന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ ഇടണം. ഇമ്മാനുവേൽ എന്ന പേരിന് അർത്ഥം ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നുള്ളതായ അർത്ഥത്തോടു കൂടിയുള്ള പേരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകുവാൻ തക്കവണ്ണം ദൈവം മുൻ ഒരുക്കിയിരുന്നത്. ദൈവം നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുക, എത്ര മനോഹരമായ ഒരു വസ്തുതയാണ് അത്. ലോകത്തെ മുഴുവനായി നിർമ്മിച്ച ഈ ഭൂചര ജന്തുക്കളെയും ഈ ഭൂഗോളങ്ങളെയും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം ഗാലക്സികളും മിൽക്കി വേകളും ഉള്ളതായ ഈ പ്രപഞ്ചത്തെ മുഴുവനായി നിർമ്മിച്ചവനായ കർത്താവ് മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിൽ പരം സന്തോഷം ലോകരായ നമുക്ക് മറ്റെന്താണ് ഉള്ളത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. നാം പുറപ്പാട് പുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് അതിൻ്റെ 8-ാമത്തെ അധ്യായം 25-ാം വാക്യം പറയുന്നത്, നിങ്ങൾ എനിക്ക് ഒരു സമാഗമന കൂടാരം പണിയുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കാം. ലെറ്റ് ദം മേക്ക് മീ എ സാങ്ച്വറി ദാറ്റ് ഐ മേ ഡ്വെൽ എമംഗ് ദം. അവർ എനിക്ക് ഒരു വാസസ്ഥലം ഉണ്ടാക്കുമെങ്കിൽ
തീർച്ചയായും ഞാൻ അവരുടെ മധ്യേ വന്ന് വസിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തു. നമ്മോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു ദൈവം, ആ ദൈവം ഒരു ചരിത്ര പുരുഷനായി ജനിച്ചു, ഒരു ചരിത്ര പുരുഷനായി ജീവിച്ചു, ഒരു ചരിത്ര പുരുഷനായി 33.5 വയസ്സ് ഈ ലോകത്തിൽ ചുറ്റി നടന്നു എന്നുള്ളതായ വസ്തുത ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് കുളിർമ നൽകുന്നതായ ഒരു വർത്തമാനമാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചതായിട്ട് നമുക്ക് അറിയാം. എന്നാൽ ഒരു മഹാനും ഏതെങ്കിലും ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായി ജനിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരും അവർ സാധാരണ മാതാപിതാക്കൾക്ക് ജനിക്കുകയും അവരുടെ പ്രയത്നം കൊണ്ട് അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ലോകർ അവരെ അംഗീകരിക്കുകയും മഹാന്മാരാക്കുകയും പിന്നത്തേതിൽ ചരിത്രത്തിൽ അവർക്ക് നല്ലൊരു ഇടം നൽകുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നു, കർത്താവായ യേശു ക്രിസ്തു ആര് എന്നുള്ളതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ മുഖാന്തരം നമ്മോട് ദൈവം അരുളി ചെയ്തിരുന്നു. സാക്ഷാൽ ദൈവം നമ്മോട് കൂടെ വന്ന് വസിക്കും എന്ന് തിരുവചനം പ്രസ്താവിച്ചിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നാം മനസ്സിലാക്കേണ്ടുന്നത്, ലോകത്തിൽ നാളെ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ശേഷം സംഭവിക്കുകയും ഇല്ലാത്തതായ ഒരു മഹത്തായ ഒരു ജനനം, ഒരു മഹത്തായ പ്രവചന നിവർത്തി, ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ അക്ഷര്യമായി നിറവേറുന്നതായ ഒരു പ്രവൃത്തി ലോകത്തിൽ മറ്റെവിടെയും ആരിലും കാണുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ദൈവം നമ്മോട് കൂടെ. യെശയ്യാവിൻ്റെ പ്രവചനം 7-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവചനത്തെക്കുറിച്ച് കാലേകൂട്ടി പറഞ്ഞിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു അടയാളം തരും. കാരണം ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ എന്നും പാപത്തിൽ നിബന്ധിച്ച് നശിച്ചു പോകുന്നവരായി വിടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുകയില്ല എന്ന് തെളിവായി നിങ്ങൾക്ക് ദൈവം ഒരു അടയാളം തരും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു അടയാളമാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം നമ്മെ രക്ഷിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യരും കർത്താവിൽ വിശ്വസിക്കുന്നതായ ഏവർക്കും രക്ഷ പ്രാപിക്കുവാനുള്ളതായ ഒരു വലിയ വിശാലമായ വാതിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. സ്നേഹിത സഹോദരി സഹോദര, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുവാനുള്ളതായ ഒരു വലിയ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടെ ഉദിക്കുകയായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജഡ ശരീരമുള്ളവനായി നമ്മോടുകൂടെ വസിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. ആ സാന്നിധ്യത്തിൻ്റെ പേരാണ് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഇമ്മാനുവേലായ ദൈവം ഇന്ന് നമ്മോട് കൂടെ വസിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ജഡശരീരമുള്ളവനായി ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ, അവൻ വളർന്നപ്പോൾ, അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വാസ്തവമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ആ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്ന് സന്നിഹിതനാണോ? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആയവരുടെ മധ്യേ ഞാൻ എഴുന്നള്ളാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ പ്രോമിസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു ഈച്ച് ഓഫ് അസ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നതായ ഒരു ബൃഹത്തായ വാഗ്ദത്തമാണ്. കർത്താവിൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും ആയവരുടെ മധ്യേ എഴുന്നള്ളാം എന്നുള്ളതായ ആ വാഗ്ദത്തം. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ, ഈ വചനം കേൾക്കുന്നതായ നിങ്ങളുടെ ഹൃദയത്തിൽ, നാം എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു
ഉദിച്ചിരിക്കട്ടെ, കർത്താവ് യേശു ക്രിസ്തു ജനനം കൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം നമ്മുടെ ജീവിത വഴികളിൽ കർത്താവിനെ തിരസ്കരിച്ച് ജീവിച്ചതായ കാലങ്ങളെയൊക്കെ മറന്നു കളഞ്ഞിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ, ആ ഹൃദയത്തിൽ നമ്മ വന്ന് വസിക്കുവാൻ ദൈവം നമുക്ക് ഇട നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്തു. ദൈവം എൻ്റെ ഹൃദയത്തിൽ, ദൈവം എന്നോടുകൂടെ വന്ന് വസിക്കണം എന്ന് തിരഞ്ഞെടുത്തതല്ല, ഞാൻ ആഗ്രഹിച്ചതുമല്ല. എന്നാൽ ദൈവം, സർവശക്തനായ ദൈവം, ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം, ഈ ചരാചരങ്ങളൊക്കെയും ഉണ്ടാക്കിയതായ എൻ്റെയും നിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവം എന്നോടുകൂടെ, നിന്നോടുകൂടെ വന്ന് വസിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു. അതെത്ര മനോഹരമായ ഒരു ചിന്തയാണ്. ഈ ലോകത്തിൽ അനേക മനുഷ്യ ദൈവങ്ങളുണ്ട്, അനേക മിഥ്യാമൂർത്തികൾ ഉണ്ട്. എന്നാൽ അവരാരും തന്നെ ഇത്തരത്തിൽ മനുഷ്യവാസം ആഗ്രഹിക്കുന്നതായ ദേവീദേവന്മാരല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം സകല ദേവീദേവന്മാരുടെയും സകലത്തിൻ്റെയും ചരാചരങ്ങളുടെയും സകല അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടികർത്താവായ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ തേടി വന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, ഞാൻ ഇന്ന് നിന്നോടുകൂടെ പാർക്കുവാൻ പോകുന്നു. ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം പോകുന്നു. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി നടന്നു നീങ്ങുന്നതായ വേളയിൽ ഒരിക്കൽ ഉയരത്തിൽ കുറിയവനായ സക്കായി കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. കർത്താവ് യേശു ക്രിസ്തു അവനെ കണ്ടു. യേശു ക്രിസ്തു അവനോട് പറഞ്ഞു, സക്കായിയെ നീ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കുവാൻ തക്കവണ്ണം പോവുകയാണ് എന്ന് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു അവനെ പേർ ചൊല്ലി വിളിച്ചതിൻ്റെ സന്തോഷത്തിൽ അവൻ ബന്ധപ്പെട്ട് ചാടി ഇറങ്ങി കർത്താവിനോടുകൂടെ ചെന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, നീയും അബ്രഹാമിൻ്റെ സന്തതി ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, കർത്താവ് യേശു ക്രിസ്തു നമ്മോടുകൂടെ പാർക്കുന്നുവെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു നമ്മോടുകൂടെ വസിക്കുന്നുവെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു നമ്മോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് രക്ഷ സുനിശ്ചിതമാണ്. ആ നമ്മോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ആ ദൈവം നമ്മോടുകൂടെ വസിക്കും എന്ന് ഈ ലോകം ക്രിസ്മസ് ആചരിക്കുന്ന, എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നതായ നാം മനസ്സിലാക്കുക, കർത്താവ് നമ്മോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അവൻ ദൈവമായിരുന്നു, ആ ദൈവം ജഡമായി തീർന്നു, മനുഷ്യനായി പിറന്നു, നമ്മോടുകൂടെ പാർത്തു. അവനിൽ നാം ദൈവത്തിൻ്റെ തേജസ് കാണുകയുണ്ടായി. നമുക്ക് കർത്താവിൽ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ തക്കവണ്ണം ദൈവത്തെ കാണിച്ചു തരുന്നതിന് വേണ്ടി, ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു എന്ന് മനുഷ്യരായ നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ കർത്താവ് ജഡ ശരീരമുള്ളവനായി നമ്മുടെ വേഷത്തിൽ അവൻ ഭൂമിയിൽ വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വാട്ട് എ ജോയ് ഇറ്റ് ഈസ് ടു നോ ദാറ്റ് ജീസസ് ഈസ് വിത്ത് അസ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് കേൾക്കുവാൻ അതെത്ര സന്തോഷകരമായ വർത്തമാനമാണ്. ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറന്നപ്പോൾ അവൻ വെറുതെ നമ്മുടെ ഇടയിൽ വന്നു പാർക്കുന്നതിന് വേണ്ടി വരികയായിരുന്നില്ല. കർത്താവിന് മറ്റൊരു പ്രവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് നമ്മോടുകൂടെ വന്ന് വസിച്ച് നമ്മോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി വന്നവനല്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് രക്ഷ കൊണ്ടുവന്നു, നമുക്ക് രക്ഷ നൽകിയതായ ഒരു കർത്താവാണ്. നമുക്ക് രക്ഷയുടെ ആ ദാനം നമുക്ക് തന്നു. ഇന്ന് ക്രിസ്മസ് വേളയിൽ ക്രിസ്മസ് ആചരിക്കുന്നതായ ഇടങ്ങളിലൊക്കെ ആൾക്കാരെ സമ്മാനങ്ങൾ നൽകുകയും സമ്മാനങ്ങൾ വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രതീകമായി നാം കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് രക്ഷ ദാനമായി നൽകി എന്നുള്ളതാണ്. ആ കർത്താവായ യേശു ക്രിസ്തു നൽകിയതായ ദാനമായ രക്ഷയിൻ കാരണമാണ് നാം ഇന്ന് ആ ക്രൂശിക്കപ്പെട്ടതായ യേശു
മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയി അവൻ വീണ്ടും വരും എന്ന് നാം കർത്താവിൽ സന്തോഷിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്നു. നമ്മുടെ പാപപങ്കുലമായ ജീവിതങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു മാതൃക കാണിച്ചു തരുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ വന്നു. നാം മാതൃകയില്ലാത്ത അല്ലെങ്കിൽ ഇടയനില്ലാത്തതായ ആടുകളെ പോലെ ചിതറിപ്പാർക്കുന്നതായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാൽക്കരങ്ങൾ ക്രൂശിൽ തറച്ച് ഇതാ ഞാൻ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നല്ല ഒരു മാതൃക, അനുകരണീയമായ ഒരു മാതൃക നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ വന്നു. ഞാൻ മരിക്കേണ്ടതായ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു മാർഗവുമില്ല, ഞാൻ മരിക്കുക തന്നെ വേണം എന്നിരുന്നതായ ഒരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എനിക്ക് പകരക്കാരനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഞാൻ നിത്യമായി മരിച്ചു പോകേണ്ടുന്നതായ സ്ഥാനത്ത് നീ മരിക്കേണ്ടതായ ആവശ്യമില്ല. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചുകൊള്ളാം, നിൻ്റെ പാപ ഭാരങ്ങൾക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാമെന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. എനിക്ക് ജീവൻ ദാനമായി നൽകി. എനിക്ക് ഒരിക്കലും അല്ല എങ്കിൽ ലഭ്യമാകുമായിരുന്നില്ലാത്തതായ ഒരു വലിയ ദാനം, ആ ജീവൻ എനിക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് നിത്യജീവങ്കിലേക്കാണ്. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ എനിക്ക് ജീവൻ നൽകാം എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ ജീവൻ അത് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നിത്യമായി ഞാൻ ജീവിക്കും എന്നുള്ളതായ ഒരു വലിയ ഉറപ്പ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. കർത്താവ് ജീവിച്ചിരിക്കുകയാൽ, കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകാം എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാൽ, കർത്താവ് യേശു ക്രിസ്തു നമ്മെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നിത്യജീവൻ നൽകുകയും ചെയ്യും. വാസ്തവം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ആ ദാനം, നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നതായ നിത്യജീവൻ, അത് കരഗതമാക്കുവാൻ നാം പ്രയത്നിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് വി ഹാവ് എ ഹോപ്പ് ഇൻ ജീസസ്. കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ ഭംഗം വരികയില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു. കാരണം നാം പ്രത്യാശ വെച്ചിരിക്കുന്നവൻ അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ ആകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാഗ്ദത്തങ്ങൾ സകലവും നിവർത്തിയാക്കും എന്ന് നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് നമ്മുടെ മഹത്തായ ഒരു വലിയ പ്രത്യാശയാണ്. കർത്താവായ യേശു ക്രിസ്തു വേഗം വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, അവൻ പാപം കൂടാതെ, അവൻ രാജാതി രാജാവായി തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ നിത്യരക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും എന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ആ കർത്താവ് വരിക തന്നെ ചെയ്യും. ആ കർത്താവ് നേരത്തെ ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവൽ എന്ന അർത്ഥത്തോട്, ഇമ്മാനുവൽ എന്ന പേരിന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തോടു കൂടിയുള്ളവൻ മനുഷ്യരുടെ ഇടയിൽ ജഡമായി വന്ന് പാർത്തതുപോലെ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമതും വേഗം വരും, നമ്മെ ചേർക്കും, അവൻ നമ്മുടെ രാജാവും നമ്മുടെ ദൈവവുമായി നമ്മോടുകൂടെ ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുകയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിങ്കൽ ഉള്ളതായ വാഗ്ദത്തത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട്. ലോകത്തിലുള്ളതായ ഒരു മഹാന്മാരും, നാളിതുവരെ ജീവിച്ചിരുന്നതായ ഒരു മഹാന്മാരും ഞാൻ വീണ്ടും വരും എന്നും, ഞാൻ എൻ്റെ നല്ല പ്രവൃത്തി നിങ്ങളിൽ ഫലമേൽപ്പിക്കുന്നുവെന്നും, ഞാൻ എൻ്റെ പ്രവൃത്തി വീണ്ടും ചെയ്യുമെന്നൊന്നും ആരും നാളിതുവരെ പറഞ്ഞിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയി നിങ്ങളെ വീണ്ടും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേഗം വരും, ഞാൻ നിങ്ങളെ വീണ്ടും ചേർക്കും. കർത്താവ് യേശു ക്രിസ്തു പൂർവ്വകാലത്ത്, മുൻകാലങ്ങളിൽ അഥവാ 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ശിശുവായി ജനിച്ച് ഒരു യുവാവായി വളർന്ന് അകാരണമായ കാരണങ്ങളാൽ അവനെ ക്രൂശിതനാക്കി കുല ചെയ്യപ്പെട്ടു എങ്കിൽ
കർത്താവായ യേശു ക്രിസ്തു എന്ന മഹത്വത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ആ കർത്താവ് വേഗം വരാം എന്ന് അരുളി ചെയ്തിരിക്കുകയാണ്. അവൻ വെറുതെ വരികയല്ല, അവൻ നമ്മോട് കൂടെ ഇരിക്കും. ഗോഡ് വിൽ ബി വിത്ത് അസ്. ഇമ്മാനുവേൽ പ്ലസ്, അഥവാ ഇമ്മാനുവേൽ നമ്മോടുകൂടെ സ്ഥിരമായി വസിക്കുന്നതിനുള്ളതായ എല്ലാ സാഹചര്യവും ദൈവം ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങളെയെല്ലാം മായ്ച്ചു കളയും. അവൻ നമ്മുടെ അകൃത്യങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യും. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ എല്ലാം തുടച്ചു കളയും. ഇനി രോഗവും ദുഃഖവും മരണവും ഇനി ഉണ്ടാകുകയില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് സ്പഷ്ടമായി പറയുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം സാധ്യമാവുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവത്തിന് നമ്മെ നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെ പുനർസൃഷ്ടിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ നമ്മെ പുനർസൃഷ്ടിക്കുന്നതായ നമ്മുടെ കർത്താവ് നമ്മെ കർത്താവിനോട് കൂടെ ചേർത്ത് അവൻ നമ്മോട് കൂടെ വസിക്കും. ലോകം ക്രിസ്മസ് കൊണ്ടാടുന്നതായ ഈ വേളയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ളതായ വാസം, അത് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയ്ക്ക് കാരണമാകുന്നു എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവായി വരുവാൻ തക്കവണ്ണം പോവുകയാണ്. അവൻ വീണ്ടും വരും. അവൻ തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. അവൻ എന്നെയും നിന്നെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, എൻ്റെ സ്നേഹിത, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശ വയ്ക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, കർത്താവ് വേഗം വരികയും അവൻ നമ്മെ ചേർക്കുകയും അവൻ നിത്യവും നമ്മോട് കൂടെ ഇരിക്കുകയും ചെയ്യും. ദൈവം നമ്മോട് കൂടെ. എത്ര മനോഹരമായ ഒരു അവസരമായിരിക്കും ദൈവത്തോട് കൂടെ വസിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ. ദൈവത്തിൻ്റെ കരം പിടിച്ച് നാം നടക്കുമ്പോൾ നമ്മുടെ സംശയങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവിനോട് പറയുമ്പോൾ അതെല്ലാം മാറിപ്പോയി എന്ന് കർത്താവ് നമ്മെ ആശ്ലേഷിക്കുകയും തൻ്റെ മാറോട് ചേർക്കുകയും അവൻ നമ്മുടെ ദൈവവും നമ്മുടെ സ്നേഹിതനും നമ്മുടെ മാതാവും പിതാവുമായി കൂടെ ഇരിക്കുന്നതായ ഒരു ദൈവമായിരിക്കും. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിൻ്റെ പ്രത്യാശ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വേഗം വന്ന് നിങ്ങളെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചേർക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ല ദാനങ്ങളാലും ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചു കൊള്ളുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടതായ ദൈവമക്കളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് വേഗം വരും എന്നുള്ളതായ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവ് ആ പ്രത്യാശ നൽകുമ്പോൾ പൂർവ്വകാലത്തിൽ കർത്താവ് വരും എന്ന് പറയുകയും കർത്താവ് വരികയും ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ ഗലീല പുരുഷന്മാരെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തതായ കർത്താവിനെ നിങ്ങൾ പോയതുപോലെ വീണ്ടും കാണും എന്ന ആ വാഗ്ദത്തത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് വേഗം വരികയും ഞങ്ങൾ അങ്ങയുടെ മുഖാമുഖം കാണുകയും ചെയ്യുവോളം ഞങ്ങളെ ദൈവരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വരുമ്പോൾ ഞങ്ങൾ അങ്ങയോടൊപ്പം, അങ്ങ് ഞങ്ങളോടൊപ്പം, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആനന്ദിക്കുവാൻ ഞങ്ങളെ അവസരമൊരുക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ ഒരു വർഷക്കാലം മുഴുവനായി കാത്തതിനാൽ സ്തോത്രം. വരും നാളുകളിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. ആശ്വസിപ്പിച്ച് വഴി നടത്തണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസ ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.